Hi all, welcome to another episode of Shrutis Learning Square. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് പ്രിപ്പോസിഷൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് പ്രിപ്പോസിഷൻസ്. ശരിയല്ലേ? എന്നാലും അതിനകത്ത് ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് എപ്പോഴും ഇങ്ങനെ വരാറുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ കറക്റ്റ് ആണോ അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രിപ്പോസിഷൻ കുറച്ച് ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ കുറച്ച് മെമ്മറി ട്രിക്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പോസിഷൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്കതങ്ങ് തെറ്റില്ല. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ പ്രിപ്പോസിഷൻ പഠിക്കാൻ എല്ലാവരും റെഡി ആണല്ലോ. നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാണ്. ഫ്ലോർ ഇസ് മെയ്ഡ് ഡാഷ് വീറ്റ്. ഫ്ലോർ ഇസ് മെയ്ഡ് ഡാഷ് വീറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഈ ഡാഷ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിൽ ഓഫ് അല്ലെങ്കിൽ ഫ്രം വെച്ചിട്ടാണ്. അപ്പോൾ ഇതിലേതാ നമ്മൾ യൂസ് ചെയ്യുക? ഫ്ലോർ ഇസ് മെയ്ഡ് ഡാഷ് വീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഫ്ലോറ് അല്ലെങ്കിൽ മാവ് എന്ന് പറയണത് വീറ്റിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തതിൻ്റെ അർത്ഥം. ശരിയല്ലേ? ഇതല്ല ഇതിൻ്റെ മലയാളം മീനിങ്. ഇനി നമ്മൾ ഇതിനകത്ത് ഓഫ് ആണോ ഫ്രം ആണോ യൂസ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം. ദിസ് ടേബിൾ ഇസ് മെയ്ഡ് ഡാഷ് വുഡ്. ദിസ് ടേബിൾ ഇസ് മെയ്ഡ് ഡാഷ് വുഡ്. നമ്മൾ ഓഫ് ആണോ ഫ്രം ആണോ യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിൽ ഞാൻ അതിൻ്റെ ആൻസർ പറയാം. ആൻസറിലേക്ക് കിടക്കാം. ഫ്ലോർ ഇസ് മെയ്ഡ് ഫ്രം വീറ്റ്. ഇതാണ് ഫസ്റ്റ് വൺ ആൻസർ. ഫ്ലോർ ഇസ് മെയ്ഡ് ഫ്രം വീറ്റ്. അതേസമയം ദിസ് ടേബിൾ ഇസ് മെയ്ഡ് ഓഫ് വുഡ്. ദിസ് ടേബിൾ ഇസ് മെയ്ഡ് ഓഫ് വുഡ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ ഫ്രമ്മും സെക്കൻഡ് കേസിൽ നമ്മൾ ഓഫും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? അതെന്തായിരിക്കും അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാനുള്ള കാര്യം? ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ നടക്കണ ഒരു കെമിക്കൽ ചേഞ്ച്. എന്താണ് കെമിക്കൽ ചേഞ്ച്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? എന്താ കെമിക്കൽ ചേഞ്ച്? കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ അടിസ്ഥാന രൂപത്തിന് മാറ്റം വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് കെമിക്കൽ ചേഞ്ച് ആണെന്ന് പറയും. അപ്പോൾ എന്താണ് കെമിക്കൽ ചേഞ്ച്? അതായത് ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫ്ലോർ ഇസ് മെയ്ഡ് ഫ്രം വീറ്റ് എന്നാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീറ്റിൽ നിന്നാണ് നമ്മൾ ഫ്ലോർ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിയല്ലേ? പക്ഷേ തിരിച്ച് ഈ മാവിനെ എനിക്ക് തിരിച്ച് വീറ്റാക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? കെമിക്കൽ ചേഞ്ച്. അങ്ങനെയുള്ള കെമിക്കൽ ചേഞ്ച് നടക്കുന്ന, അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. ഇപ്പോൾ കെമിക്കൽ ചേഞ്ച് ആണ് നടക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഫ്രം യൂസ് ചെയ്യും. ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിക്കോ. ഫ്ലോർ ഇസ് മെയ്ഡ് ഫ്രം വീറ്റ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയാം. ദിസ് ജ്യൂസ് ഇസ് മെയ്ഡ് ഫ്രം മാംഗോ. കേട്ടോ, ദിസ് ജ്യൂസ് ഇസ് മെയ്ഡ് ഫ്രം മാംഗോ. അതായത് ജ്യൂസ് ഉണ്ടാക്കിയേക്കുന്നത് മാംഗോയിൽ നിന്നാണ്. ഈ ജ്യൂസ് ഉണ്ടാക്കിയേക്കുന്നത് മാംഗോയിൽ നിന്നാണ്. പക്ഷെ തിരിച്ച് നമുക്ക് ജ്യൂസിനെ മാംഗോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതൊരു കെമിക്കൽ ചേഞ്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കെമിക്കൽ ചേഞ്ചസ് വരുമ്പോൾ, കെമിക്കൽ ചേഞ്ചസ് ഞാൻ ഉദ്ദേശിച്ചേക്കണം അങ്ങനെ നമുക്ക് ഒരു ഫോമിനെ വേറൊരു ഫോമിലേക്ക് തിരിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്രം യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം കേട്ടോ. ദിസ് ടേബിൾ ഇസ് മെയ്ഡ് ഓഫ് വുഡ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രം അല്ല, ഓഫാണ്. അതെന്തുകൊണ്ടാണ്? ഇവിടെ നടക്കുന്നത് എന്ത് ചേഞ്ചാണ്? കെമിക്കൽ ചേഞ്ച് അല്ല, ഫിസിക്കൽ ചേഞ്ചാണ്. അപ്പോൾ എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കേണ്ടത് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ അടിസ്ഥാന രൂപത്തിന് മാറ്റം വരുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറ്റിയിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വുഡിന് നമ്മൾ ഫിസിക്കലായിട്ട് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് അതിനെ നമ്മൾ ടേബിളാക്കി മാറ്റി. ശരിക്കും ടേബിളിനകത്ത് എന്താ ഉള്ളത്? വുഡ് തന്നെയാണുള്ളത്. അപ്പോൾ നമുക്കതിനെ ടേബിളിൽ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പീസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് തന്നെ നമുക്ക് വുഡ്, അതായത് വുഡ് കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഇതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ നമ്മൾ മറ്റൊന്നായിട്ട് മാറ്റുമ്പോൾ അതിൻ്റെ അടിസ്ഥാന രൂപത്തിന് മാറ്റമൊന്നും വരുന്നില്ല. അതിനെയാണ് നമ്മൾ പറയണത് എന്ത്? ഫിസിക്കൽ ചേഞ്ച്. അതേസമയം കെമിക്കൽ ചേഞ്ചിൽ ഒരു വസ്തുവിനെ നമ്മൾ മറ്റൊരു വസ്തുവായിട്ട് മാറ്റുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള രൂപത്തിന് മാറ്റം വരും. അതിനെയാണ് നമ്മൾ പറയുന്നത് കെമിക്കൽ ചേഞ്ച്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ അതിനടിസ്ഥാനപരമായിട്ടായിരിക്കും നമ്മൾ ഓഫ് ആണോ ഫ്രം ആണോ എന്നുള്ളത് ഈ എക്സാമ്പിൾസിൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. എന്താണ്? മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിന് മുമ്പിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ എന്താണ്? ബൈ ആണ്. ഓക്കെ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിന് മുമ്പ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ബൈ ആണ്. എക്സാമ്പിൾ പറയാം. ബൈ കാർ, ബൈ പ്ലെയിൻ, ബൈ ഷിപ്പ്, അങ്ങനെയുള്ള ബൈ ബോട്ട്, അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഈ കാറും അതിനൊക്കെ മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബൈ യൂസ് ചെയ്യും. പക്ഷേ ബൈ എ കാർ, ബൈ എ പ്ലെയിൻ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല കേട്ടോ. ബൈ കാർ, ബൈ പ്ലെയിൻ, ബൈ ഷിപ്പ്, ഇതാണ് കറക്റ്റ്. ബൈ എ കാർ, ബൈ എ പ്ലെയിൻ എന്നൊക്കെ പറയുന്നത് തെറ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു നോക്കാം.
ഇനി ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ തന്നെ നമ്മൾ ഓൺ യൂസ് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ. ഹീ ട്രാവൽഡ് ഓൺ ക്യാമൽസ്, ഷീ ഗോസ് ടു ഓഫീസ് ഓൺ ഫുട്ട്, ഷീ ഗോസ് ടു ഓഫീസ് ഓൺ സൈക്കിൾ. കേട്ടോ, ഇതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ്. അതായത് നമ്മൾ ആനിമൽസ് ആണ് നമ്മുടെ വെഹിക്കിൾ എങ്കിൽ, അതായത് ആനിമൽസ് നമ്മൾ വെഹിക്കിളായിട്ട് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഓൺ യൂസ് ചെയ്യും. ഇവിടെ കണ്ടോ, ആനിമൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാമലിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഓൺ യൂസ് ചെയ്തത്. പിന്നെന്ന് പറഞ്ഞാൽ ഷീ ഗോസ് ടു ഓഫീസ് ഓൺ ഫുട്ട്, നമ്മൾ നടന്നു പോണ കേസുകളിൽ, അതായത് നമ്മൾ നടക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയാണെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് ആനിമൽസ് അല്ലേ നടക്കുന്നത്, അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന കേസുകളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഓൺ യൂസ് ചെയ്യും. കേട്ടോ, ട്രാൻസ്പോർട്ടേഷൻ്റെ കേസാണ് പറയുന്നത്. അതുപോലെ തന്നെ ഷീ ഗോസ് ടു ഓഫീസ് ഓൺ സൈക്കിൾ, എപ്പോഴും നമ്മൾ പറയണത് ഓൺ സൈക്കിളിലാണ്. കേട്ടോ. പിന്നെ ഇൻ കേസ് എക്സാമിന് ഇപ്പം നിങ്ങളുടെ അടുത്ത് ഷീ ഗോസ് ടു ഓഫീസ് ഡാഷ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അതിനകത്ത് ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ് ഓൺ, അല്ലെങ്കിൽ ഓൺ ഇല്ലയെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ബൈ ആണ്. അപ്പോൾ ഓൺ ഇല്ലെങ്കിൽ നിങ്ങൾ ബൈ നോക്കുക. കേട്ടോ. അപ്പോൾ ഓൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിന് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്ന ബൈ ആണ്. ബൈ കാർ, ബൈ ഷിപ്പ്, ബൈ പ്ലെയിൻ, അങ്ങനെ. ഇനി ഓൺ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? കാല് വെച്ച് നടക്കുന്ന കേസുകൾ, അതായത് ഓൺ ഫുട്ട്, ഓൺ ഓൺ ക്യാമൽസ്. കേട്ടോ, ക്യാമൽസ് ആണെങ്കിലും കാല് വെച്ചല്ലേ നടന്നു പോകുന്നത്, അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ ഹീ ട്രാവൽഡ് ഓൺ ക്യാമൽസ്, ഓൺ ഫുട്ട്, അതുപോലെ തന്നെ ഓൺ സൈക്കിൾ. ഇൻ കേസ് ഓൺ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബൈ യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് കയറാം. ഇനി ഏതെങ്കിലും ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിന് മുമ്പിൽ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആണ് വരണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബൈ അല്ല നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇൻ അല്ലെങ്കിൽ ഓൺ ആണ്. കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ്റെ മുമ്പിൽ ആർട്ടിക്കിളോ അഡ്ജക്റ്റീവോ വരികയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇൻ അല്ലെങ്കിൽ ഓൺ. നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് കടക്കാം. ഹീ കെയിം ഹിയർ ഇൻ ഹിസ് കാർ, ഹീ കെയിം ഹിയർ ഇൻ ഹിസ് കാർ. അതേപോലെ തന്നെ ദേ വിൽ ഗോ ഓൺ ദി 7:30 ബസ്, ദേ വിൽ ഗോ ഓൺ ദി 7:30 ബസ്. ഇതാണ് നമുക്ക് രണ്ട് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, കാർ വന്നപ്പോൾ എന്ത് പറ്റി? ഹിസ് കാർ എന്ന് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? നമ്മൾ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? ഇന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ, അതായത് ഹീ കെയിം ഹിയർ ഇൻ ഹിസ് കാർ, അവൻ ഇവിടെ വന്നത് അവൻ്റെ കാറിലാണ് എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ ഹിസ് കാർ എന്നാണ് പറഞ്ഞേക്കുന്നത്, ഞാൻ വെറുതെ കാറെന്ന് കൊടുത്തിട്ടില്ല. അതായത് ഞാൻ ഈ കാറിനെ അങ്ങ് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ ഹിസ് എന്ന് പറയാനാണ് എൻ്റെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് കാറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇവിടെ അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഒരു അഡ്ജക്റ്റീവ് വല്ലതും ഈ കാറിൻ്റെ, അതായത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ്റെ മുമ്പിൽ ഒരു അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഒന്നല്ലെങ്കിൽ ഇൻ അല്ലെങ്കിൽ ഓൺ. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇനി അഡ്ജക്റ്റീവോ ആർട്ടിക്കിളോ ഒന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? വെറുതെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ്റെ മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇന്നാണ്, ഇൻ കാർ എന്നാണ് ഞാൻ പറയുന്നത്. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർ എന്ന് പറയുന്നത് കുറച്ച് ചെറുതാണ്. കാറിനകത്ത് ഒരാൾക്ക് നടക്കാനോ അല്ലെങ്കിൽ ഇത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ഇല്ല. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറയുകയാണ്, ഒരാൾക്ക് എണീറ്റ് നടന്നു പോകാൻ പറ്റുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഇപ്പോൾ ഷിപ്പ്, ബസ്, അതുപോലെ തന്നെ പ്ലെയിൻ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ യൂസ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഒരാൾക്ക് നടന്നു പോകാൻ അല്ലെങ്കിൽ കുറച്ചധികം സ്പേഷ്യസ് ആയിട്ടുള്ള വെഹിക്കിൾസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഓൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെഹിക്കിൾസിലല്ല, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ആർട്ടിക്കിളോ ഒരു അഡ്ജക്റ്റീവോ ആ വെഹിക്കിളിൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ അല്ലെങ്കിൽ ഓൺ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസുകളിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബൈ യൂസ് ചെയ്യും. പിന്നെ ഫൂട്ട്, അതായത് ഫൂട്ട് അല്ലെങ്കിൽ ആനിമൽ വെഹിക്കിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ സൈക്കിൾ, ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണത് ഓൺ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ 3 റൂൾസ് ഇപ്പം ഇന്ന് പഠിച്ചത് കേട്ടോ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കോ, ദേ വിൽ ഗോ ഓൺ ദി ബസ്, ഓൺ ദി 7:30 ബസ്സാണ് പറഞ്ഞിരിക്കുന്നത്. ബസ്സാണ് മാത്രമല്ല ദ ബസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു എന്താണ്? ആർട്ടിക്കിളാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ എന്ത് യൂസ് ചെയ്തത്? ഓൺ യൂസ് ചെയ്തത്. ബസ്സിൽ കുറച്ച് നമുക്ക് നടന്നു പോകാനുള്ള ഏരിയ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓർക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഓൺ യൂസ് ചെയ്യാം. അതേ സമയത്ത് ഹീ കെയിം ഹിയർ ഇൻ ഹിസ് കാർ അല്ലെങ്കിൽ ഹീ കെയിം ഹിയർ ഇൻ ഹിസ് ഓട്ടോ, ഇങ്ങനത്തെ കേസുകളൊക്കെയാണ് നമ്മൾ, അതായത് ചെറിയ സ്പേഷ്യസ് അല്ലാത്ത, നടന്നു പോകാൻ നമുക്ക് സ്പേസ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അറ്റെന്ന് പറഞ്ഞിട്ടുള്ള പ്രിപ്പോസിഷൻ നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ടുള്ള ടൈം ഡിനോട്ട് ചെയ്യുമ്പോൾ കേട്ടോ. അതായത് ട്രെയിൻ ലീവ്സ് അറ്റ് 7:30 AM എന്നോ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അതായത് കറക്റ്റ് ആയിട്ടുള്ള ടൈം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും?
അറ്റ് യൂസ് ചെയ്യും. അപ്പോൾ എക്സാക്ട് ടൈംസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? അറ്റ് യൂസ് ചെയ്യും. പിന്നെ അടുത്തത് ജിത്തു ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. അതായത് ജിത്തുവിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. ഹീ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. അപ്പോൾ അങ്ങനത്തെയുള്ള കേസുകളിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അറ്റ് യൂസ് ചെയ്യും. പിന്നെ വരുന്നത് അറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചെറിയ സ്ഥലമാണ് നമ്മൾ ഇതിനകത്ത് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് അറ്റ് രാമേശ്വരം ഇൻ തമിഴ്നാടു കേട്ടോ. അതായത് തമിഴ്നാട് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഏരിയയാണ്. അപ്പം അവിടെ നമ്മൾ യൂസ് ചെയ്യണത് ഇന്നായിരിക്കും. അതിനകത്തൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ, അതായത് തമിഴ്നാടുവിനകത്തുള്ള ഒരു ചെറിയ സ്ഥലമാണ് രാമേശ്വരം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അറ്റായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കേസുകളിലാണ് നമ്മൾ മെയിനായിട്ട് പറയുന്ന അറ്റ്. ഏതൊക്കെയാണ്? ഒരു എക്സാക്ട് ടൈം പറയുമ്പോൾ, അതേപോലെ തന്നെ ഒരാളുടെ സ്റ്റാൻഡേർഡ് പറയുമ്പോൾ. സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഹീ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് അങ്ങനെയുള്ള കേസുകളിൽ. പിന്നെ അറ്റ് രാമേശ്വരം, അതായത് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുമ്പോൾ, ഒരു വലിയ സ്ഥലത്തിനകത്തുള്ള ഒരു ചെറിയ സ്ഥലം നമ്മൾ എടുത്തു പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? അറ്റായിരിക്കും യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് PSC എക്സാംസിലൊക്കെ ചോദിച്ചിരിക്കുന്ന, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഐഡിയ നല്ല ക്ലിയർ ആയിരിക്കും. പിന്നെ നിങ്ങൾ ഈ പോർഷൻ ഒന്നും തെറ്റിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ്ണിലേക്ക് കയറാം. രാം ഗോസ് ടു സ്കൂൾ ഡാഷ് കാർ. രാം ഗോസ് ടു സ്കൂൾ ഡാഷ് കാർ. എന്തായിരിക്കും ഇവിടെ വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡാഷ് കാറാണ്. എന്തായിരിക്കും ആൻസർ? പറയട്ടെ. ബൈ. അപ്പോൾ ആൻസറിലേക്ക് ഞാൻ എങ്ങനെയാണ് വന്നതെന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ ആദ്യം ചെക്ക് ചെയ്തത് ഈ കാറിന് മുമ്പിൽ അഡ്ജക്റ്റീവോ ആർട്ടിക്കിളോ വല്ലതും വന്നിട്ടുണ്ടോ നോക്കി. ഉണ്ടോ? ബൈ ദ കാറോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എനിക്ക് ഇന്ന അല്ലെങ്കിൽ ഓണ് നടക്കില്ല. കാരണം കാറാണെങ്കിൽ നമ്മൾ എന്താ സാധാരണ പറയാറ്? ചെറുതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആർട്ടിക്കിൾ, കാറിന് മുമ്പിൽ ഒരു ആർട്ടിക്കിൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇൻ യൂസ് ചെയ്യും. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള ഒരു അഡ്ജക്റ്റീവോ ആർട്ടിക്കിളോ ഒന്നും കൊടുത്തില്ല. അപ്പോൾ നമുക്ക് എല്ലാ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടും നമ്മൾ യൂഷ്വലി എന്താ കൊടുക്കുന്നത്? ബൈ ആണ് കൊടുക്കുന്നത് കേട്ടോ. എക്സെപ്ഷൻസ് എവിടെയൊക്കെയുള്ളത്? ഫൂട്ട്, ഞാൻ പറഞ്ഞില്ലേ, ആനിമൽ വെഹിക്കിൾസ്, അതുപോലെ തന്നെ സൈക്കിൾ. ഈ 3 കേസുകളിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമ്മൾ എന്താ യൂസ് ചെയ്യുക? ബൈ ആയിരിക്കും കൊടുക്കുക. ഇനി ഇൻ കേസ്, അതായത് ഇപ്പോൾ ആർട്ടിക്കിളോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവോ വല്ലതും ഈ മോഡ് ഓഫ് അതായത് വെഹിക്കിൾസിന് മുമ്പിൽ വല്ലതും വരികയാണെങ്കിൽ മാത്രം നമ്മൾ ഇൻ അല്ലെങ്കിൽ ഓൺ എടുക്കും. അത് എപ്പോഴാണ് നമ്മൾ എടുക്കുക? അതിൻ്റെ ഞാൻ പറഞ്ഞു വലിയ വെഹിക്കിൾസ് ആണ്, നമുക്ക് നടക്കാൻ പറ്റുന്ന വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഓൺ യൂസ് ചെയ്യും. അതേസമയം ഭയങ്കര ചെറിയ വെഹിക്കിൾസ് ഒക്കെയാണ്, നമുക്കധികം സ്പേസ് ഒന്നുമില്ല, നമുക്ക് നടക്കാൻ ഉള്ള ഏരിയ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇൻ യൂസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കേസ് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് നോക്കാം. അനു കെയിം ഹിയർ ഡാഷ് ദി ട്രെയിൻ. എന്താണ്? ദ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ദ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഒരു ആർട്ടിക്കിൾ ഒരു വെഹിക്കിളിൻ്റെ മുമ്പിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇൻ അല്ലെങ്കിൽ ഓൺ യൂസ് ചെയ്യും. ഇനി ഇത് ട്രെയിൻ ആണല്ലോ. ട്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് നടന്നു പോകാനുള്ള അത്രയും ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഓൺ യൂസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓൺ ദി ട്രെയിൻ ആണ്. ക്ലിയർ ആയല്ലോ? അനു കെയിം ഹിയർ ഓൺ ദി ട്രെയിൻ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ബ്രൈഡ് കെയിം ഹിയർ ഡാഷ് ഹോഴ്സ് ബാക്ക്. ബ്രൈഡ് കെയിം ഹിയർ ഡാഷ് ഹോഴ്സ് ബാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ആനിമൽസ് ഒക്കെ നമ്മുടെ വെഹിക്കിളായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ? ഓൺ യൂസ് ചെയ്യും. ഓൺ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ. വി മേഡ് ദ ട്രിപ്പ് ഡാഷ് ദി ബോട്ട്. വി മേഡ് ദ ട്രിപ്പ് ഡാഷ് ദ ബോട്ടാണ്. കണ്ടോ ഇവിടെ എന്താ വന്നേക്കുന്നത്? നമ്മൾ ചെക്ക് ചെയ്യണം, ദ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇൻ അല്ലെങ്കിൽ ഓൺ. അപ്പോൾ ഇവിടുത്തെ ബോട്ട് എന്താണ്? നമുക്ക് നടക്കാനുള്ള അത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഓൺ യൂസ് ചെയ്യും. അപ്പോൾ ഓൺ ദി ബോട്ട്. അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ബട്ടർ ഇസ് മെയ്ഡ് ഡാഷ് മിൽക്ക്. ദ ബട്ടർ ഇസ് മെയ്ഡ് ഡാഷ് മിൽക്ക്. എന്തായിരിക്കും ആൻസർ എന്ന് ആലോചിച്ച് നോക്കിയേ. ഡാഷ് മിൽക്ക് ആണ്. ബട്ടർ ഇസ് മെയ്ഡ് ഡാഷ് മിൽക്ക്. എന്താണ് ആൻസർ? ഫ്രം. എന്തുകൊണ്ടാണ് ഫ്രം യൂസ് ചെയ്യാൻ കാര്യം? കാരണം ബട്ടർ നമ്മൾ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്നു, ഇതാണ് അതിൻ്റെ അർത്ഥം അല്ലേ? പക്ഷെ നമുക്ക് തിരിച്ച് ബട്ടറിനെ മിൽക്കാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് എന്ത് ചേഞ്ചാണ്? കെമിക്കൽ ചേഞ്ചാണ്. തിരിച്ചാക്കാൻ പറ്റാത്ത ചേഞ്ചുകളാണ്. അതിനാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഫ്രം യൂസ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് ഫ്രം ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക. സം ഡൈസ് ആർ മെയ്ഡ് ഡാഷ് ദ ലീവ്സ് ഓഫ് ട്രീസ്. സം ഡൈസ് ആർ മെയ്ഡ് ഡാഷ് ദി ലീവ്സ് ഓഫ് ട്രീസ്. അപ്പോൾ നമ്മൾ ഡൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ചായങ്ങൾ, കളേഴ്സ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? ലീവ്സ് ഓഫ് ട്രീസ് എന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ തിരിച്ച് നമുക്ക് ഈ കളേഴ്സിനെ
കൺവേർട്ട് ചെയ്യാൻ പറ്റും, തിരിച്ച് നമുക്ക് ലീഫ് ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യും? ഫ്രം യൂസ് ചെയ്യും. അപ്പോൾ ഇതും എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഫ്രം യൂസ് ചെയ്യാൻ കാര്യം. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഞാൻ പഠിപ്പിച്ചേക്കുന്ന പോർഷൻ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് പഠിപ്പിച്ചിരിക്കുന്ന പോർഷൻ, അതായത് പ്രിപ്പോസിഷൻ്റെ പോർഷൻ, ഇന്ന് പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങളൊരു ബുക്കിനകത്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നോട്ട്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അത് വെച്ചിട്ട് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു റിട്ടൻഷൻ അല്ലെങ്കിൽ ആ മെമ്മറിയിൽ അത് നിന്നോളും കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.